നമസ്കാരം. ഒരു വശത്ത് അനുഭവ സമ്പത്തുള്ള സഞ്ജു സാംസൺ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനൊരുങ്ങുമ്പോൾ മറുവശത്തിറങ്ങുക IPL-ൽ സംഹാര താണ്ഡവമാടിയ 15 വയസ്സുകാരനാകുമോ? T20 സ്ക്വാഡിനെ ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ കടന്നു വന്ന ആദ്യ ചോദ്യമാണിത്. തല്ലി തകർക്കാനും ക്ഷമയോടെ കളം മറിഞ്ഞ് കളിക്കാനും അറിയുന്നവരെ ഒരുമിച്ച് ഇറക്കി വിട്ടാൽ പിന്നെ എന്തും സംഭവിക്കാം. അതേസമയം അഭിഷേക് ശർമ്മ എന്നൊരു ഓപ്ഷൻ കൂടി ടീം ഇന്ത്യക്ക് മുന്നിലുണ്ട്. അങ്ങനെ വന്നാൽ 3 സാധ്യതകളാണ് ഇന്ത്യക്ക് മുന്നിൽ വരിക ഓപ്പണിങ്ങിന്റെ കാര്യത്തിൽ. അതിലൊന്ന് സഞ്ജു അഭിഷേക് ഓപ്ഷൻ, 2 സഞ്ജു വൈഭവ് ഓപ്ഷൻ, 3 വൈഭവ് അഭിഷേക് ഓപ്ഷനുകൾ. ടീം സെലക്ഷനേക്കാൾ ഇന്ത്യക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനിടയുള്ള ഓപ്പണിംഗ് കോംബോ. എന്താകും ഗംഭീർ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്ലാൻ? സാധ്യതകൾ പരിശോധിക്കാം. സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്നും സ്ക്വാഡിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരെ പുതിയ ക്യാപ്റ്റനായി നിയമിച്ചാണ് ഇന്ത്യയുടെ T20 2.0 ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന അയർലൻഡ് പര്യടനം, കരുത്തരായ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര, വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് എന്നിവയ്ക്കുള്ള ഇന്ത്യൻ T20 ടീമിനെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് സെലക്ടർമാർ പുതിയ നായകന് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിന്റെ കളിശൈലിയിലും താരങ്ങളുടെ പ്രകടനങ്ങളിലും ചെറിയ മാറ്റങ്ങളെല്ലാം തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിനൊപ്പം യുവതാരം തിലക് വർമ്മയെ ടീമിന്റെ പുതിയ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചു എന്നതും മറ്റൊരു പ്രധാന കാര്യമാണ്. സീനിയർ കളിക്കാർക്ക് വിശ്രമം അനുവദിച്ചും യുവ പ്രതിഭകൾക്ക് പരമാവധി അവസരങ്ങൾ നൽകിയും ഒരു പുതിയ ബാച്ചിനെ വാർത്തെടുക്കുക എന്ന BCCIയുടെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിച്ചുപണി വിലയിരുത്തപ്പെടുന്നത്. പുതിയ നായകന്റെ കീഴിൽ യുവനിരയുമായി ഇറങ്ങുന്ന ഇന്ത്യക്ക് മുന്നിലുള്ള ആദ്യത്തെ കടുത്ത വെല്ലുവിളി അയർലൻഡിനെതിരായ T20 പരമ്പരയാണ്. വിദേശ മണ്ണിൽ നടക്കുന്ന ഈ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ കളത്തിലിറക്കാൻ പോകുന്ന മികച്ച പ്ലേയിങ് 11 ഏതാണെന്ന് വിശദമായി നോക്കാം. വൈഭവിന്റെ വരവോടെ ടീം ഇന്ത്യയുടെ ഓപ്പണിംഗിൽ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന് ഏവരും ഉറപ്പിച്ചതാണ്. എന്നാൽ വിവിധ സ്പോർട്സ് മാധ്യമങ്ങളുടെയും ക്രിക്കറ്റ് നിരീക്ഷകരുടെയും പ്രവചനങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പണിംഗിൽ മലയാളി താരം സഞ്ജു സാംസണും വിക്കറ്റ് ഇടം കയ്യൻ ബാറ്ററായ അഭിഷേക് ശർമ്മയും ചേർന്നായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ സാധ്യത കൂടുതൽ. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിലും അണ്ടർ-19 തലത്തിലും റൺമല തീർത്ത് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ 15 വയസ്സ് മാത്രം പ്രായമുള്ള വിസ്മയ പ്രതിഭ വൈഭവ് സൂര്യവംശിയെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തതോടെ താരത്തെ എവിടെ കളിപ്പിക്കും എന്ന വലിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യ മത്സരത്തിന്റെ സമ്മർദ്ദം ലഘൂകരിക്കാനായി വൈഭവ് സൂര്യവംശിയെ തുടക്കത്തിൽ ബെഞ്ചിലിരുത്താനും പരിചയസമ്പന്നന്മാരായ അഭിഷേക് ശർമ്മയ്ക്കും സഞ്ജു സാംസണും തന്നെ ഓപ്പണിംഗിൽ പൂർണ്ണ അവസരം വിട്ടു നൽകാനുമാണ് ഇന്ത്യയുടെ പ്ലാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കടുത്ത സാഹചര്യങ്ങളുമായും ടീം അന്തരീക്ഷവുമായും പൊരുത്തപ്പെടാൻ ഈ 15-കാരനായ യുവതാരത്തിന് അല്പം കൂടി സമയം നൽകുന്നത് വൈഭവിന്റെ കരിയറിന് ഗുണം ചെയ്യുമെന്ന ചിന്തയിലാണ് സെലക്ടർമാർ. അതുകൊണ്ട് തന്നെ ആദ്യ 11-ൽ വൈഭവിന് പെട്ടെന്നൊരു അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി 1 ഡൗൺ ആയി 3-ാം നമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ കളിക്കാനാണ് സാധ്യത കൂടുതൽ. പവർ പ്ലേ ഓവറുകളിൽ വേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള ഇഷാൻ കിഷന്റെ സാന്നിധ്യം ടീമിന് മധ്യ ഓവറുകളിൽ കൂടുതൽ കരുത്ത് പകരും. തൊട്ടു പിന്നാലെ 4-ാം നമ്പറിൽ ഇന്ത്യയുടെ പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായ തിലക് വർമ്മ ക്രീസിലെത്തുമായിരിക്കും. കഴിഞ്ഞ T20 ലോകകപ്പിലും അതുപോലെ തന്നെ IPL-ലും വലിയ രീതിയിലൊന്നും തിളങ്ങാനായില്ല എങ്കിലും ഇത്തവണ ഇന്ത്യൻ ടീമിനോടൊപ്പം ചേരുമ്പോൾ മികച്ച പ്രകടനം താരത്തിന്റെ ബാറ്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഒരുപാട് ഉത്തരവാദിത്തമുള്ളതും അതുപോലെ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നതുമായ താരമാണ് തിലക് വർമ്മ. 5-ാം നമ്പറിൽ പുതിയ നായകൻ ശ്രേയസ് അയ്യർ തന്നെയായിരിക്കും ബാറ്റിംഗിന് ഇറങ്ങുക. മത്സരത്തിന്റെ സാഹചര്യവും റൺ റേറ്റും പരിഗണിച്ച് 4-ഉം 5-ഉം നമ്പറുകളിൽ തിലക് വർമ്മയും ശ്രേയസ് അയ്യരും പരസ്പരം മാറി മാറി ബാറ്റ് ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യരുടെ വ്യക്തിഗത പ്രകടനവും സമ്മർദ്ദഘട്ടങ്ങളിലെ തീരുമാനങ്ങളും എങ്ങനെയായിരിക്കും എന്നത് ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ആകാംക്ഷയാകും. മുൻപ് IPL-ലും ആഭ്യന്തര തലത്തിലും മികച്ച രീതിയിൽ ടീമുകളെ നയിച്ചു പരിചയമുള്ള ശ്രേയസിന് ഇന്ത്യൻ ടീമിനെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കാനും മുന്നിൽ നിന്ന് മാതൃകയായി ബാറ്റ് ചെയ്യാനും സാധിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്. 6-ാം നമ്പറിൽ ഫിനിഷറുടെ റോളിൽ സിക്സറുകളുടെ തോടിനായ ശിവം ദുബെ ടീമിൽ ഇടം നേടും. കഴിഞ്ഞ IPL മത്സരങ്ങളിൽ ഫോം കണ്ടെത്താനാകാതെ ദുബെ അല്പം ബുദ്ധിമുട്ടിയെങ്കിലും മധ്യ ഓവറുകളിൽ സ്പിന്നർമാരെ അതിർത്തി കടത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവിനെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. അവസാന ഓവറുകളിൽ വേഗത്തിൽ റൺസ് അടിച്ചുകൂട്ടാൻ ദുബെയുടെ സാന്നിധ്യം അനിവാര്യം കൂടിയാണ്. ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ 7-ാം നമ്പറിൽ കളിക്കാൻ പോകുന്ന നിതീഷ് കുമാർ റെഡ്ഡിക്ക് വലിയ പങ്കുണ്ടാകും.
ഒരു മീഡിയം പേസ് ഓൾറൗണ്ടറായ നിതീഷ് കുമാറിന്റെ IPL പ്രകടനം ക്രിക്കറ്റ് ലോകത്തിന്റെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ഈ യുവതാരത്തിന് ഇന്ത്യക്കായി അന്താരാഷ്ട്ര തലത്തിലും ആ മികവ് ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 8ാം നമ്പറിൽ പരിചയസമ്പന്നനായ സ്പിൻ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനായിരിക്കും അവസരം ലഭിക്കുക. പവർ പ്ലേകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ ബൗൾ ചെയ്യാനും വാലറ്റത്ത് നിർണായകമായ റൺസ് സംഭാവന ചെയ്യാനും സുന്ദറിനുള്ള കഴിവ് സമീപകാല മത്സരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഈ ഓൾറൗണ്ട് മികവ് ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ 9ാം നമ്പറിൽ സ്റ്റാർ പേസർ മുഹമ്മദ് സിറാജ് ആയിരിക്കും സ്ഥാനം പിടിക്കുക. അനുഭവ സമ്പത്തുള്ള സിറാജ് ആയിരിക്കും ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന് ചുക്കാനും പിടിക്കുക. പുതിയ പന്തിൽ സ്വിംഗ് കണ്ടെത്താനും ഡെത്ത് ഓവറുകളിൽ യോർക്കറുകൾ എറിയാനും സിറാജിന്റെ സാന്നിധ്യം നിർണായകമാണ്. 10ാം നമ്പറിൽ യുവ ഫാസ്റ്റ് ബൗളർ ഹർഷിത് റാണയായിരിക്കും കളത്തിലിറങ്ങുക. വിക്കറ്റുകൾ വീഴ്ത്തുന്നതിനൊപ്പം തന്നെ ലോവർ ഓർഡറിൽ ബാറ്റ് കൊണ്ട് അത്യാവശ്യം വലിയ ഷോട്ടുകൾ കളിക്കാനും ഹർഷിത് റാണയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. 11ാമനായി ഇടം കൈയ്യൻ പേസറായ അർഷ്ദീപ് സിംഗ് കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ ബൗളിംഗ് ലൈനപ്പും പൂർണ്ണമാകും. ഡെത്ത് ഓവറുകളിലെ അർഷ്ദീപിന്റെ കൃത്യതയാർന്ന ബൗളിംഗ് ഇന്ത്യയുടെ പ്രധാന ആയുധമായിരിക്കും. ഇതോടെ മറ്റൊരു യുവ പേസറായ പ്രിൻസ് യാദവിന് ആദ്യ മത്സരത്തിൽ പ്ലേയിങ് 11-ൽ ഇടം ലഭിക്കാതെ തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റ അവസരത്തിനായി ബെഞ്ചിൽ കാത്തിരിക്കേണ്ടി വരും. വൻ മാറ്റങ്ങളോടെ ഇറങ്ങുന്ന ഈ പുത്തൻ ഇന്ത്യൻ നിരയ്ക്ക് അയർലൻഡ് മണ്ണിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം.